എല്ലാവർക്കും വല്ലാത്ത വാശിയ. അടിച്ചവനെ തിരിച്ചടിക്കണം, ചീത്ത വിളിച്ചവനെ തിരിച്ചു വിളിക്കണം, വീട്ടിൽ കയറി തല്ലണം, എല്ലാവർക്കും വാശിയല്ലേ. എങ്കിൽ ഞാൻ പറയുകയാ, നീ ആണാണെങ്കിൽ, ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നീ ആണാണെങ്കിൽ, നിനക്ക് നട്ടലുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഒരല്പമെങ്കിലും ആത്മാഭിമാനം നിനക്കുണ്ടെങ്കിൽ നീ പ്രതികാരം ചെയ്യുക. ആരോട് പ്രതികാരം ചെയ്യണമെന്നറിയോ? ഉമ്മച്ചി എപ്പോഴും പറയാറുണ്ട്, നിന്നെ ഞാൻ പ്രസവിച്ചത് മരണവേദനയുടെ വേദനയും സഹിച്ചാണെന്ന്. അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഉമ്മ എപ്പോഴും പറയും, മരണത്തിന്റെ വേദനയും സഹിച്ചിട്ടാണ് നിന്നെ പ്രസവിച്ചത് എന്ന്. എന്നാ ഈ പ്രസവിച്ച ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, നീ എത്ര വേദന സഹിച്ചവളാണെങ്കിലും ആ നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ നീ ആദ്യമായിട്ട് കണ്ടപ്പോൾ നീ ചിരിച്ചില്ലേ? എടോ, നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചപ്പോ ഒരുപാട് വേദന നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചപ്പോൾ എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും ഉമ്മ നമ്മളെ കണ്ടപ്പോ ചിരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ ടെൻഷൻ അടിച്ചിരിക്കാൻ പറ്റാതെ തെക്കു വടക്ക് നടന്നിരുന്ന വാപ്പ നേഴ്സ് കൊണ്ടുവന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു, ഇതാ മോന മോള. അതുവരെ കരഞ്ഞ വാപ്പ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് വല്ലാതെ ചിരിച്ചു. അന്ന് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും ഓടി വന്ന് നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ നോക്കിയിട്ട് എല്ലാരും ചിരിച്ചു. പക്ഷെ നമ്മൾ കരയുകയായിരുന്നു സഹോദര. നമ്മൾ കരഞ്ഞപ്പോ നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു, നമ്മുടെ വാപ്പ ചിരിച്ചു, നമ്മുടെ കുടുംബക്കാര് ചിരിച്ചു. എടാ, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരാ ഉമ്മയും വാപ്പയും കൂടപ്പുറപ്പുകളും. അതുകൊണ്ട് കവി പറയുകയാ, ധൈര്യമുണ്ടെങ്കിൽ നീ പ്രതികാരം ചെയ്യേ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പ്രതികാരം ചെയ്യേ. നീ കരഞ്ഞപ്പോ ചിരിച്ചവര് മുഴുവനും നീ കരയിപ്പിക്കണം. കവി പറയുകയാ, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ഉമ്മ ചിരിച്ചു, വാപ്പ ചിരിച്ചു, കുടുംബക്കാര് ചിരിച്ചു. നീ കരയുന്നത് കണ്ടിട്ട് ഇബ്ലീസ് പോലും ചിരിച്ചടാ. അതുകൊണ്ട് കവി പറയുകയാ, മോനെ, നീ പരിശ്രമിക്കടാ ചെറുപ്പക്കാരാ. ഉമ്മാനെ തല്ലിയിട്ടല്ല, വാപ്പാനെ അടിച്ചിറക്കിയിട്ടല്ല, കൂടപ്പറപ്പുകളോട് യുദ്ധം ചെയ്തിട്ടല്ല. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പ്രതികാരം ചെയ്യേ. എങ്ങനാ പ്രതികാരം ചെയ്യേണ്ടതെന്നറിയോ? ഒരു ദിവസം ചൗക്കി പള്ളിയിൽ വിളിച്ചു പറയും, നീ മരിച്ചെന്ന്. നീ മരിച്ചെന്ന് വിളിച്ചു പറയും. ഈ വഴുതു പറയുന്ന സിറാജ് മരിച്ചെന്ന് പത്തനാപുരത്തെ ഇടത്തറ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയും. വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ കടത്തും. എന്റെ വീടിന്റെ മുമ്പിൽ എന്റെ ജനാസ ഇങ്ങനെ കടത്തിയിട്ടുണ്ടാകും. അല്ലാഹുവേ, എന്റെ ഉമ്മ കരയുന്നടോ. എന്റെ ഉമ്മ വന്ന് എന്റെ മയ്യത്തിന്റെ ചാരത്തിരുന്ന് കരയുന്നു. എന്റെ ഇക്കമാര് കരയുന്നു, എന്റെ സുമയ്യ കരയുന്നു, എന്റെ മക്കൾ എന്റെ ചാരത്തിരുന്ന് കരയുന്നു. എന്റെ നാട്ടുകാരും എന്റെ കുടുംബക്കാരും എല്ലാവരും എന്റെ ചാരത്തിരുന്ന് കരയുമ്പോ, പടച്ചവനെ, എല്ലാരും കരയുകയാ, എല്ലാരും കരയുകയാ. ആ വെള്ള തുണികളടിയിൽ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. എന്റെ ഉമ്മ എന്നെ കാണാൻ വരികയാണ്. അവസാനമായി സിറാജിനെ ഒന്ന് കാണാൻ വരുമ്പോ ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്ന പൊന്നേ. ഉമ്മ ചോദിക്കുകയാ, എനിക്ക് മുമ്പേ പോയോടാ സിറാജ്? എന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടവനായിരുന്നല്ലോ, എന്റെ മയ്യത്ത് ചുമക്കേണ്ടവനായിരുന്നല്ലോ, എന്നെക്കാളും മുമ്പേ നീ പോയല്ലോടാ എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് എന്റെ ഉമ്മ എന്റെ ചാരത്ത് വന്നിട്ട് എന്റെ മുഖത്തിട്ടിരുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ഉമ്മാനോട് പറയണം, ഉമ്മാ, ഞാൻ കരഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മ? ഞാൻ കരഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മ? ഇന്ന് നിങ്ങളെല്ലാവരും നെഞ്ചുപൊട്ടിയിട്ട് കരയുമ്പോ എന്റെ മുഖത്തൊന്ന് നോക്കുമ്മ, എന്റെ മുഖത്തൊന്ന് നോക്ക്. എന്തൊരു പ്രകാശമാ,
എന്തൊരു പ്രകാശമാ എന്റെ ചുണ്ടില് നോക്കുമ്മ. എന്നെ കാണുന്നവര് മുഴുവനും ഒന്നേ പറയുന്നുള്ളൂ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. മയ്യത്ത് കാണുന്നവര് മുഴുവനും പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. ഇതിനു വേണ്ടി ജീവിക്കടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വാശി കാണിക്കടാ മോനെ. എടാ, നിന്നെ പരദൂഷണം പറഞ്ഞവൻ, ഏഷണി പറഞ്ഞവൻ, കളിയാക്കിയവൻ, പരിഹസിച്ചവൻ, നാടൻ കെടുത്തിയവൻ, നീ മരിച്ചു കിടക്കുമ്പോ അവനും വരുമല്ലോ. നീ മരിച്ചു കിടക്കുമ്പോ എല്ലാരും പോകുന്നത് കണ്ടപ്പോ അവനും വരുമല്ലോ. ജീവിച്ചിരുന്ന കാലം മുഴുവനും നിന്നെ കുറ്റം പറഞ്ഞ നാവ് കൊണ്ട് ഇറങ്ങി പോകുമ്പോ അവൻ പറയണം, ഇങ്ങനെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം എന്ന് ജനാസ കണ്ടിട്ട് പോകുന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്ന മരണമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മുസ്ലിമേ, അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. അല്ലാഹുവേ, അല്ലാഹുവേ, അതുപോലെയുള്ള ഒരു മരണം തരണേ അല്ലാഹ്.